PSC പരീക്ഷയുടെ LGS പരീക്ഷാ പരിശീലനത്തിന്റെ 7ാമത്തെ ഭാഗമാണിത്. ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിലെ 20 ചോദ്യങ്ങളാണ് കഴിഞ്ഞ മറ്റു ഭാഗങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്. വിഷം പിടിച്ച ചോദ്യങ്ങളുണ്ട്, എളുപ്പത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും വിഷം പിടിച്ചതാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണ് വളരെ വേഗത്തിൽ സിമ്പിളായി ഉത്തരം കാണുക എന്ന് നോക്കാം. തുടങ്ങാം. 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയുടെ 13ാം പദം എത്ര? സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യം. 13ാം പദം കണ്ടുപിടിക്കണം. 13ാം പദം എന്ന് പറയുന്നത് എന്താ? അത് a+12d ആണ്. ആദ്യ പദം പ്ലസ് 12 ഗുണിക്കണം പൊതു വ്യത്യാസമാണ് സമാന്തര ശ്രേണിയുടെ 13ാം പദം കാണുവാനുള്ള വഴി. പക്ഷെ ഇതിൽ തന്നിട്ടുള്ള എന്താ? 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക 400. അപ്പൊ ആ സമാന്തര ശ്രേണിയിലെ 25 പദങ്ങളുടെ തുക ഇവിടെ തന്നിട്ടുണ്ട്. 25 പദങ്ങളുടെ തുക കാണാനുള്ള വഴി എന്താ? അതിന് വേറൊരു സൂത്രവാക്യമുണ്ട്. അതിതാണ് n/2 into 2a plus n-1 into d. സമത്രയാണ് 400. സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഈ വഴിയാണ് ഉപയോഗിക്കേണ്ടത്. അതെന്താ? n/2 into 2a plus n-1 into d. ഇത് പഠിച്ചു നോക്കണേ. n എന്ന് ഉദ്ദേശിച്ചത് എന്താ? അത് 25 പദങ്ങളുടെ എണ്ണമാണ്. അപ്പൊ ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? 25/2 into 2a. 2a എന്ന് പറയുന്നത് a ഇവിടെ തന്നിട്ടില്ല, ആദ്യ പദം ആണ്, അത് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 2a എന്ന് എഴുതാം. 2a പ്ലസ് n-1. n പറഞ്ഞല്ലോ പദങ്ങളുടെ എണ്ണമാണ്, 25 പദങ്ങളുടെ തുകയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ n പകരം 25 എന്നെടുക്കാം. 25 മൈനസ് 1 എത്രയാണ്? 24d. 24d സമയത്രയാണ്. അപ്പം 25/2 ഇൻറ്റു 2a പ്ലസ് 24d സമം 4. ഇതാണ് ഇത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യമാണ്. ആ സൂത്രവാക്യത്തില് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയതാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് 2a പ്ലസ് 24d അവിടെ വെച്ചിട്ട് ഈ 25/2 സമത്തിന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 25/2 സമത്തിന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് തലതിരിച്ച് ഗുണിക്കണം. അതായത് ഇത് അവിടെ വെക്കുന്നു. 2a പ്ലസ് 24d സമം 400 ഗുണിക്കണം തിരിച്ചു വരുമ്പോ 2/25. ഇനി ഇതിനെ 400നെ 25 കൊണ്ട് ഹരിച്ചാൽ 16. 16 ഗുണിക്കണം 2 32. 2a പ്ലസ് 24d സമം 32. ഇവിടെ ഇല്ലേ a പ്ലസ് 12d ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് കണ്ടുപിടിക്കുന്നത്. അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. എന്താ? ഇതിന്റെ ഇരട്ടിയാണ് എയുടെ 2 ഇരട്ടിയാണ് 2a. 12dയുടെ 2 ഇരട്ടിയാണ് 24d. അതായത് ഇതിന്റെ പകുതിയാണ്. ഇതിന്റെ പകുതിയാണെന്ന് പറയുമ്പോൾ ഇതിന്റെയും പകുതിയാണ്. 32ന്റെ പകുതിയാണ്. അത് എത്രയാണ്? 16. അപ്പോ a പ്ലസ് 12d, അതായത് 13ാമത്തെ പദം എത്രയാണ്? 16. ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷെ അത് നമ്മൾ ചെയ്ത് തന്നെ
ഉത്തരം കണ്ടുപിടിക്കണം. വേറെ ഇതിന് മറ്റു മാർഗങ്ങളില്ല. അടുത്ത ചോദ്യം. ഒരു ബസ് മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. 4 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്ത് എത്തണമെങ്കിൽ ബസിന്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം? ശ്രദ്ധിക്കണേ, ബസിന്റെ 4 മണിക്കൂർ കൊണ്ടുള്ള ബസിന്റെ വേഗതയല്ല ചോദിച്ചിരിക്കുന്നത്, എത്ര വർദ്ധിപ്പിക്കണം എന്നാണ്. അപ്പൊ ഓപ്ഷൻസിൽ ഒരുപക്ഷെ 4 മണിക്കൂർ കൊണ്ട് പിന്നെ എത്താനുള്ള ബസിന്റെ വേഗതയൊക്കെ തന്നെ ഉണ്ടാവും. തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് എഴുതാൻ പാടില്ല. നമുക്ക് വേഗത വർദ്ധിപ്പിക്കണം. അങ്ങനെ വേഗത എത്ര വർദ്ധിപ്പിക്കണം എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന അതിന്റെ വേഗത കണ്ടുപിടിക്കണം. ആ വേഗത എന്ത് ചെയ്യണം? ആ വേഗതയിൽ നിന്ന് ഈ വേഗത കുറക്കണം. എന്നാലും മാത്രമേ ഇത് ഉത്തരവുള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബസ് മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 5 മണിക്കൂർ കൊണ്ടാണ് അല്ലെ. അപ്പൊ ആകെ എത്ര ദൂരം വന്നിട്ടുണ്ട്? 56 ഗുണിക്കണം 5, 250 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. ഇനി 4 മണിക്കൂർ കൊണ്ട് ഉള്ള വേഗതയാണ്. അതിനെന്താ വേണ്ടത്? 280-നെ 4 കൊണ്ട് ഹരിക്കണം. എത്ര വരും? 70. അപ്പൊ 70 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ 4 മണിക്കൂർ കൊണ്ട് ഈ 250 കിലോമീറ്റർ എത്തുള്ളൂ. നിലവിൽ ഇപ്പം ഓടുന്നത് എത്രയാ? 56 കിലോമീറ്റർ പെർ വേഗതയിൽ. ഓടേണ്ടത് എത്രയാണ്? നമ്മുടെ ചോദ്യപ്രകാരം 70. അപ്പം വർദ്ധിപ്പിക്കണം. എത്ര വർദ്ധിപ്പിക്കണം? 70-ൽ നിന്ന് 56 കുറയ്ക്കണം. അതായത് 14 കിലോമീറ്റർ പെർ മണിക്കൂർ വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കേണ്ടത് ഇതാണ്, 14 കിലോമീറ്റർ പെർ മണിക്കൂർ. മൂന്നാമത്തെ ചോദ്യം. ഒരു സമവാർഷ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശം 3/4 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ചുറ്റളവ് 4/2/15 സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിന്റെ നീളം എത്ര? ഒരു സമവാർഷ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശം. ഇപ്പൊ സമവാർഷ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? 2 വശം തുല്യമാണ്. ഇതും ഇത് തുല്യമാണ്. ഇത് തുല്യമല്ല. തുല്യമല്ലാത്തത് എത്രയാണ്? 4/3 സെന്റിമീറ്റർ. തുല്യമായ വശത്തിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് തന്നിട്ടുണ്ട്. ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? 3 വശങ്ങളുണ്ട് കൂട്ടിയിട്ടുള്ളത്. ഇതിലെ ഒരു വശമാണ് 4/3 സെന്റിമീറ്റർ. ഇനി ഈ 2 വശങ്ങളുടെയും കൂടെ നീളം കിട്ടാൻ എന്താ വഴി? അതിന്റെ ചുറ്റളവിൽ നിന്ന് 4/3 കുറച്ചാൽ മതി. ചുറ്റളവ് എത്രയാ? 4/2/15 ആണ്. ഇതിനെ നമുക്ക് എന്താക്കണം? ഒരു ഭിന്നസംഖ്യ ആക്കി മാറ്റണം. അപ്പൊ എത്ര വരും? 62/15. ഈ 62/15 നിന്ന് എന്ത് വേണം? 4/3 കുറക്കണം. 4/3 കുറക്കുമ്പം എന്ത് വേണം? ഇത് 3 ആണ്, ഇത് 15 ആണ്. ഒരേ ഛേദമാക്കി മാറ്റണം. ഇതിന് 5 കൊണ്ട് ഗുണിക്കാം. അന്നേരം ഇതിനെ 5 കൊണ്ട് ഗുണിക്കാം. 62 മൈനസ് 4 ഗുണിക്കുന്ന 5 20 ബൈ എത്ര വന്നു? 15 വന്നു. 62/20 42/15. 42/15ന്റെ പകുതി കണ്ടാൽ തുല്യമായി. അതായത് 1/2 കൊണ്ട് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ എന്ത് വന്നു? 42/15 ഇവിടെ തന്നെ ചെയ്യാം. 42-നെ 2 കൊണ്ട് ഹരിച്ചാൽ 21. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 7 5. 7/5 അതായത് 1/2/5 സെന്റിമീറ്റർ. ഇതാണ് തുല്യമായ വശത്തിന്റെ നീളം. അടുത്ത ചോദ്യം. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 2 മടങ്ങാണ്. അച്ഛന്റെ വയസ്സ് അച്ഛന്റെ വയസ്സ് X എടുക്കുക, മകന്റെ വയസ്സ് Y എടുക്കുക. എന്നാലോ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. അപ്പോ അച്ഛന്റെ വയസ്സ് X എന്താണ്? മകന്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. ഇപ്പോ 10 വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? 10 വയസ്സ് കൂടും അല്ലെ? 2 കൂടും. അപ്പോ എന്താ? X + 10
10 വർഷം കഴിയുമ്പോൾ. y എന്താകും? അതും 10 വയസ്സ് കൂടും. അതെന്താണ്? അത് ഇതിന്റെ 2 മടങ്ങാണ് ഇത്. ഇതിന് നമുക്കൊന്ന് മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ വരും. x + 10 സമം 2y + 20. ഇനി x സമം എന്താണ്? y + 32. അപ്പൊ നമുക്കിവിടെ x-ന് പകരം y + 32 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? ഓർമ്മിക്കുക, ഞാൻ x-ന് പകരം x സമം y + 32 ആയതുകൊണ്ട് ഇതിലെല്ലാം ഒരേ അക്ഷരം വരാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ x ഒഴിവാക്കിയിട്ട് ഇവിടെ y വരും. y വരുമ്പോൾ എന്താവും? y + 32 x-ന് പകരം. അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ y + 32 + 10 സമം 2y + 20. 32 10 കൂടെ കൂട്ടിയാൽ 42. അപ്പം y + 42 സമം 2y + 20. ഈ y-യെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഈ 20-നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് -y ആകും, ഇത് -20 ആകും. അപ്പൊ 42 - 20 സമം 2y - y. 2y - y എത്രയാ? y തന്നെ അല്ലേ? 42 - 20 എത്രയാ? 22 സമം y. ഇത് മകന്റെ വയസ്സാണ്, ഇപ്പോഴുള്ള മകന്റെ വയസ്സാണ്. ഇപ്പോൾ അച്ഛന്റെ വയസ്സ് എത്രയാണ്? y-യേക്കാളും 32 കൂടുതലാണ്. അപ്പോൾ x സമം 22 + 32, അതായത് 54 വയസ്സാണ് അച്ഛൻ്റെത്, മകൻ്റെത് 22. ചോദിച്ചെന്താ? അച്ഛന്റെ വയസ്സാണ് 54. അടുത്ത ചോദ്യം, 30 മീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു മൈതാനത്തിന് ചുറ്റും ഒരു കുട്ടി നടക്കുകയാണ്. ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ മൈതാനത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കുവാൻ എത്ര ചുവട് വയ്ക്കേണ്ടി വരും? ഇത് സിമ്പിളാണ്. 30 മീറ്റർ വശമുള്ള സമഭുജ ത്രികോണാകൃതിയുടെ മൈതാനത്തിന് ചുറ്റും നടക്കുക എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വേണ്ടത്? ആ മൈതാനത്തിന്റെ ചുറ്റളവ് കാണും. അത് സമഭുജ ത്രികോണമാണ് എന്ന് പറഞ്ഞാൽ ഒരേ വശമാണ്, 3 ഭാഗത്ത്. ഒരു വശത്തെയാണ് 30 മീറ്റർ ആണ്. അപ്പം 3 വശം കൂടെ കൂട്ടി എത്ര വരും? 90 മീറ്റർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ചുറ്റളവ്. ഇനി ആ കുഞ്ഞ് എന്താ ചെയ്യുന്നത്? കുട്ടി ഒരു ചുവട് വെക്കുകയാണ് അല്ലേ? അത് 60 സെന്റിമീറ്റർ ആണ്. എത്ര ചുവട്? അതിന് ഈ ചുറ്റളവിനെ 60 കൊണ്ട് ഹരിച്ചാൽ മതി. പക്ഷെ ഇത് സെന്റിമീറ്റർ ആണ്, ഇത് മീറ്റർ ആണ്. അതുകൊണ്ട് ഇതിനെ എന്താക്കണം? ഇതിനെ സെന്റിമീറ്റർ ആക്കണം. സെന്റിമീറ്റർ ആക്കാൻ എന്താ വഴി? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 90 ഗുണിക്കണം 100 / 60. ഇവിടെ 1 0 / 1 0. 90-നെ 6 കൊണ്ട് ഹരിച്ചാൽ 15. 15 ഗുണിക്കണം 10, 150 ചുവട് വെക്കണം. അടുത്ത ചോദ്യം, 1984 ജനുവരി 1 ഞായറാഴ്ച ആയിരുന്നെങ്കിൽ 31/12/1984 ഏത് ദിവസമായിരിക്കും? ഇത് എപ്പോഴും ഓർമ്മിക്കുക. അതായത് ഒരു വർഷം ആദ്യത്തെ ദിവസം ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും അതിന്റെ അവസാനത്തെ ദിവസവും. 31/12/1984. സാധാരണ നിലയില് 1984 ജനുവരി 1 ഞായറാഴ്ച ആണെങ്കിൽ 31/12/1984 ഞായറാഴ്ച തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. 1984 എന്താണ്? ഒരു അധിവർഷമാണ്. അതായത് ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഞായറാഴ്ച എന്നുള്ളത് ഒരു ദിവസം കൂടെ മുമ്പോട്ട് പോകും. ഉത്തരം എന്താകും? തിങ്കളാഴ്ച 31/12/1984. അത് മാത്രമേ ഓർമ്മിക്കേണ്ടതുള്ളൂ. അടുത്ത ചോദ്യം, 20% കൂട്ടുപലിശയിൽ എന്ത് തുക നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ 1440 രൂപ കിട്ടും? 20% കൂട്ടുപലിശയിലാണ് എന്ത് തുക നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ 1440 കിട്ടും?
അപ്പം ഇതില് മുതലാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കൂട്ടുപലിശ കാണാനുള്ള, മുതലടക്കം പലിശ കാണാനുള്ള സൂത്രമൊക്കെ എന്താണ്? അത് P into 1 plus R all raised to n ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 1440. P ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ P ഗുണിക്കണം 1 plus R. ഇവിടെ ശതമാനം എത്രയാ? ഇത് നിരക്ക് 20%. അപ്പൊ 1 plus R എന്ത് ചെയ്യുമെന്ന് അറിയോ? 120. 120/100 ഗുണിക്കണം 120/100 സമം 1440. പലിശ അടക്കം മുതൽ കാണാൻ അതാണ് ഇവിടെ തന്നിരിക്കുന്നത് 1440. നമുക്ക് P ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിലിപ്പം ഈ 2 പൂജ്യവും ഇതും പോയി. പിന്നെ P ഗുണിക്കണം 12 ഗുണിക്കണം 12/100 സമം 1440. നമുക്ക് P ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ P സമം എന്ത് വരും? ഇത് ഇങ്ങോട്ടേക്ക് മാറ്റുക. അതായത് 12 ഗുണിക്കണം 12/100 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മാറ്റുക. ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ അതെന്താവും? അത് തലതിരിഞ്ഞുള്ള ഗുണിതമാവും. 1440 ഗുണിക്കണം 100/12 ഗുണിക്കണം 12. 12 ഗുണിക്കണം 12 എത്രയാണ്? 144 ആണ്. 1440 144 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും? 10. 10 ഗുണിക്കണം 100 എത്ര വരും? 1000 ആണ് ഇതിന്റെ ഉത്തരം. 1000 രൂപ. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ 31% 46.5 ആയാൽ സംഖ്യ 4 ഓപ്ഷൻസിലുണ്ട്. അതിലേതാണ് ഇതിന്റെ ഉത്തരം? ഒരു സംഖ്യയുടെ 31% എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഖ്യ ഗുണിക്കണം 31/100 സമം 46.5. അത് ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലാ കിട്ടുക എന്ന് നോക്കിയാൽ മതി. 150 ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. 150 ഗുണിക്കണം 31/100. ഇത് പോയി. ഇനി 31 വരും 465/10. അതെത്രയാണ്? 46.5. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. എത്രയാ? 150. അതാണ് അതിന്റെ ഉത്തരം. അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ ഉത്തരം കാണാനുള്ള വഴി എന്താ? ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കൂടെ കൂട്ടിയിട്ട് എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അതിന്റെ തുക. അപ്പൊ നമ്മൾ ഓപ്ഷൻ 15 എടുക്കുകയാണെങ്കിൽ ആദ്യ പദം എല്ലാം ഒന്ന് തന്നെ, 1 തന്നെ. 15 എടുക്കുമ്പോൾ 15ാമത്തെ സംഖ്യ 15 തന്നെ. അതിനെന്ത് ചെയ്യാം? 15/2 കൊണ്ട് ഗുണിക്കുക. ഇത് 16. 16/2 എത്രയാ? 8. 8 15 120 ആണ് കിട്ടുക. അപ്പം അത് തെറ്റ്. 5 തെറ്റ്. അടുത്ത 12. 12 പ്ലസ് 1 ഗുണിക്കണം 12/2. 13. 13 ആകെ 78 വരിക. അതും തെറ്റ്. ഇനി 14. 14 പ്ലസ് 1 ഗുണിക്കണം 14/2. 14 പ്ലസ് 1 15 ഗുണിക്കണം 7 എത്രയാ? 105. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി 14 ആണ്. അടുത്തത്. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയായാൽ വ്യാപ്തം എത്ര മടങ്ങ് വർദ്ധിക്കും? ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാകും. ആരം ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ ഗോളത്തിന് വ്യാപ്തം കാണാൻ വഴി എന്താ? 4/3 πr³. ഇതാണ് വ്യാപ്തം കാണാനുള്ള വഴി. ഇത് ആറ് എന്താകുന്നു? ഇരട്ടിയാകുന്നു. ഇവിടെ പാറ എത്രയാ? 1 ആണ്. 1 ക്യൂബ് എത്രയാ? 1 തന്നെ. 1 ക്യൂബ് 1 ക്യൂബ് ഈസ് 1. ഇനി 1ന് പകരം അത് ഇരട്ടിയാകുമ്പോൾ അതെന്താകും? 2 ക്യൂബ് ആകും. 2 ക്യൂബ് എത്രയാ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 4 2 8 ആണ്. അപ്പൊ ഇതിനേക്കാൾ എത്ര വർദ്ധിച്ചു? എത്ര മടങ്ങ് വർദ്ധിച്ചു? 8 മടങ്ങ് വർദ്ധിച്ചു. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം.
50നും 100നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് 50നും 100നും ഇടയിൽ. അപ്പൊ നമ്മളത് നോക്കണം ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ വരുന്നത്. 51 ഇല്ല, 52 ഇല്ല, 53, 54, 55, 56, 57 ഇല്ല, 58 ഇല്ല, 59, 60 ഇല്ല, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97. ഇത്രയേ ഉള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. എനിക്ക് കിട്ടിയ ഉത്തരം 9 എന്നാണ്. ഇനി നിങ്ങളൊന്നും കൂടെ പരിശോധിക്കണേ. ഇതിലേതെങ്കിലും അഭാജ്യ സംഖ്യ അല്ലാത്തതുണ്ടോന്നും പരിശോധിക്കണം. ഇനി നമ്മൾ വിട്ടുപോയ മറ്റേതെങ്കിലും സംഖ്യ ഉണ്ടോ ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കണേ. എൻ്റെ സ്പീഡിലുള്ള ഒരു കാൽക്കുലേഷനിൽ കണ്ടുപിടിച്ചാണ് ഇത്. നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം. സ്വർണത്തിന്റെ വർഷം തോറും 10% എന്ന തോതിൽ വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ വില 20,000 രൂപയെങ്കിൽ 2 വർഷത്തിന് ശേഷം വില. ഇത് കൂട്ടുപലിശ കാണാനുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഇതിനും ഉപയോഗിക്കേണ്ടത്. ഇവിടെ സ്വർണത്തിന്റെ വിലയാണെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ബാങ്കിൽ ഇത്ര രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ അതിന്റെ പലിശ നിരക്ക് എന്നൊക്കെ പറഞ്ഞ ചോദ്യമല്ലേ കൂട്ടുപലിശന്റെ. സെയിം സാധനം. അപ്പൊ നമുക്ക് അതിന്റെ സൂത്രവാക്യമുണ്ടല്ലോ അല്ലേ? ആ സൂത്രവാക്യം എന്താ? A = P ഗുണിക്കണം 1 + R all raised to n. P ഇവിടെ എത്രയാ? 20,000 ഇൻറ്റു 10% എന്ന് പറഞ്ഞാൽ 110/100. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക്. അപ്പൊ വീണ്ടും 110/100. ഇനിയൊന്നുമില്ല. ഇവിടെ 4 പൂജ്യമുണ്ട്. അപ്പൊ ഇതും കിട്ടി. 11 ഗുണിക്കണം 11 എത്രയാണ്? 121. 2 പൂജ്യം ഗുണിക്കണം 2. ഇത് ഗുണിച്ചാൽ എന്ത് വരും? 24,200. എത്രയാണ്? -1 all⁻100 പ്ലസ് -1 all⁻101. ചോദ്യം കാണുമ്പോൾ ലേശം ബേജാറുണ്ടാവും. സിമ്പിൾ ആണ്. -1 all⁻100. ഇതിപ്പോ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് -1ന്റെ വില എത്രയാണ്? 1 പ്ലസ് -1 all⁻101. ഇവിടെ ഒറ്റ സംഖ്യ ഉള്ളത്, അതുകൊണ്ട് ഇതിന്റെ വില -1. 1 പ്ലസ് -1 0. അതാണ് അതിന്റെ ഉത്തരം. 150 രൂപയ്ക്ക് ഒരു പേന വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% ലാഭം കിട്ടണമെങ്കിൽ പേന എത്ര രൂപക്ക് വിൽക്കണം? നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? ലാഭവും നഷ്ടമൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിന് 2 വിലയുണ്ട്. വാങ്ങിയ വിലയും വിറ്റ വിലയും ഉണ്ട്. ഇവിടെ ഇപ്പൊ വാങ്ങിയ വില തന്നിട്ടില്ല, വിറ്റ വില മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് 10% ലാഭം കിട്ടണമെങ്കിൽ പേന എത്ര രൂപക്ക് വിൽക്കണം എന്ന് കണ്ടിട്ടുണ്ട്. അതെങ്ങനെ കിട്ടണം നോക്കാം. ഇപ്പൊ 150 രൂപയ്ക്കാണ് വിറ്റത്. വിറ്റത് എങ്ങനെയാ? വാങ്ങിയ വില 10% നഷ്ടത്തിന് വിറ്റപ്പോഴാണ് അല്ലേ? അപ്പൊ വാങ്ങിയ വില ഗുണിക്കണം 10% നഷ്ടാവുമ്പോ എത്ര വരിക? 90/100. എത്രയാണ്? 180. അപ്പൊ വാങ്ങിയ വില എന്താണ്? വാങ്ങിയ വില സമം ഇത് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോ 180 ഗുണിക്കണം 100/90. 150നെ 90 കൊണ്ട് ഹരിക്കുമ്പോ 2, അതായത് 200 രൂപയാണ് വാങ്ങിയ വില. ഇനി പ്രശ്നമില്ല. ഇനി നമുക്ക്
10% ലാഭം കിട്ടണമെങ്കിൽ 110/100, അതായത് 200 ഗുണിക്കണം 110/2, 220 രൂപക്ക് വിറ്റാൽ എന്ത് കിട്ടും? 10% ലാഭം കിട്ടും. അടുത്തത് 2.6² മൈനസ് 2.4². ദശാംശ സംഖ്യകൾ തമ്മിലുള്ള രണ്ട് വർഗങ്ങളിലെ രണ്ട് ദശാംശ സംഖ്യകളുടെ വർഗങ്ങൾ, എന്നിട്ട് അതിന്റെ വ്യത്യാസം കാണുകയാണ് വേണ്ടത്. സിമ്പിളായി ചെയ്യാം. ഒരു സൂത്രമൊക്കെ ഉണ്ട്, അത് ഇതാണ്: a² മൈനസ് b² സമം a പ്ലസ് b ഇൻറ്റു a മൈനസ് b. അതായത് 2.6 ഹോൾ സ്ക്വയർ മൈനസ് 2.4 ഹോൾ സ്ക്വയർ സമം 2.6 പ്ലസ് 2.4 ഇൻറ്റു 2.6 മൈനസ് 2.4. 2.6ഉം 2.4 കൂടെ കൂട്ടി എത്ര വരും? 5 ഗുണിക്കണം 2.6ന് 2.4 കുറച്ച് എത്ര വരും? 0.2. 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 ആണ്. ഇതിൽ ഒരു ദശാംശ സ്ഥാനമുണ്ട്, അത് ഇവിടെ ഇടുക 0.8. ബാക്കി എന്തുണ്ട്? 1. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം: അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ വ്യാസാർത്ഥം 6 സെന്റിമീറ്റർ എങ്കിൽ പാത്രത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. അർദ്ധഗോളാകൃതിയാണ്. അപ്പം അർദ്ധഗോളാകൃതിയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? 2/3 πr³ 2/3 π ഗുണിക്കണം 6 എത്രയാണ്? വ്യാസാർത്ഥം 6 ഗുണിക്കണം 6 ഗുണിക്കണം 6 2/3 πr³. അപ്പൊ ഇതും കിട്ടി. ഇപ്പൊ 2 കിട്ടി. 2×12 2×12 12 12 144 π എന്ന് എഴുതിയാൽ മതി. ഓപ്ഷൻസിൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ. അടുത്ത ചോദ്യം: ഒരു കടയിൽ സോപ്പ് അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 25, അതിന് മുകളിലത്തെ വരിയിൽ 23, അതിന് മുകളിൽ 21 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ ഒരു സോപ്പ് മാത്രമാണ് ഉള്ളതെങ്കിൽ ആകെ എത്ര വരിയുണ്ട്? ചോദ്യം സോപ്പ് അടുക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് സമാന്തര ശ്രേണികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ 25, പിന്നെ 23, പിന്നെ 21, ഇങ്ങനെ ഏറ്റവും അവസാനം 1. എത്ര വരിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കണം? 25ഉം 1 കൂടെ കൂട്ടുക. എത്രയാ? 26. 25 + 1 26. ഇതിന്റെ വ്യത്യാസം എത്രയാണ്? 25ഉം 23ഉം 2 ആണ്. അപ്പൊ അതിന്റെ 2 കൊണ്ട് ഹരിക്കുക. എത്ര വരും? 13 വരികയാണ് ഇതിന്റെ ഉത്തരം. അതായത് ഇതും കൂടെ കൂട്ടി വ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഓക്കെ. അടുത്തത്: രവിയുടെയും രാജുവിന്റെയും കയ്യിലുള്ള രൂപയുടെ അംശബന്ധം 2:5 ആണ്. രാജുവിന്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ളതിനേക്കാൾ 3000 രൂപ കൂടുതലുണ്ടെങ്കിൽ രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ചോദ്യം വളരെ ഭയങ്കരമാണ്, ഉത്തരം വളരെ സിമ്പിളാണ്. വ്യത്യാസം എത്രയാണ്? രാജുവിന്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ളതിനേക്കാൾ 3000 രൂപയാണ് വ്യത്യാസം. 3000 രൂപ. ഈ അംശബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 - 2 3. അപ്പൊ 3000നെ 3 കൊണ്ട് ഹരിക്കുക. 1000. അതില് രാജുവിന്റെ കയ്യിലാണ് അല്ലെ. അപ്പൊ രാജുവിന്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ള, അപ്പൊ രാജു എത്ര വരുന്നത്? 5 ഭാഗമുണ്ട്. അപ്പൊ അതിന് 5 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 5000 രൂപയാണ് രാജുവിന്റെ കയ്യിലുള്ളത്. 2000 രൂപ രവിയുടെ. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം: ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 1/4 കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു കുട്ടിക്ക് ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 75 മാർക്ക് ലഭിച്ചു എങ്കിൽ എത്ര ഉത്തരം ശരിയായി? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി 4 ഓപ്ഷൻസ് എടുത്തിട്ടൊന്ന് പരിശോധിക്കുന്നത്. ഇതിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്?
70, 90, 80, 85. നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇപ്പൊ ഓപ്ഷൻ എ എത്രയാ? 70. അത് ഉത്തരം ശരിയാവില്ല. എന്താ, കുട്ടിക്ക് 75 മാർക്ക് ചുരുങ്ങിയത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 75-ന് മേലെ ഉള്ള സംഖ്യകൾ മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ ഇത് മൂന്നും അതങ്ങനെയാണ്. പിന്നെന്താ, 1/4 എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യ ആയിരിക്കണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതിലുള്ളത് 90-നെ 4 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ കഴിയില്ല, 85-നെയും 4 കൊണ്ട് നിശ്ചയം ഹരിക്കാൻ കഴിയില്ല. പിന്നെ ആകെയുള്ളത് 80 മാത്രമാണ്. ഓപ്ഷൻ സി അത് തന്നെയാണ് അതിന്റെ ഉത്തരം. അത് നോക്കാം. ഇപ്പൊ 80 ശരിയായ ഉത്തരം 20 തെറ്റിപ്പോയി അല്ലെ? ആകെ 100 ചോദ്യങ്ങളിൽ അതിന്റെ 1/4 5. ആ 5 ഇതിൽ നിന്ന് കുറക്കും. എത്ര? 75 മാർക്ക് റെഡിയായി. ഓപ്ഷൻ സി ആണ്, 80 ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 10 സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. അവയുടെ ശരാശരി 45 ആണ്. അതിലെ ആദ്യ 4 സംഖ്യകളുടെ ശരാശരി 40-ഉം അവസാന 4 സംഖ്യകളുടെ ശരാശരി 50-ഉം ആണ്. നടുവിലുള്ള 2 സംഖ്യകൾ തുല്യമാണെങ്കിൽ ഏതാണ് നടുവിലുള്ള ആ സംഖ്യ? 10 സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. 10 സംഖ്യകൾ ഏത് പറയട്ടെ? അവയുടെ ശരാശരി 45 ആണ്. അപ്പൊ 10 സംഖ്യകളുടെ ആകെ എത്ര വരും? 450. അതിലെ അവയുടെ ആദ്യ 4 സംഖ്യകളുടെ ശരാശരി 40. അപ്പൊ ആദ്യ 4 സംഖ്യകൾ വരുമ്പോ എത്ര വരും? 40 സമം 4 ഗുണിക്കണം 40, 160 ആണ് ആദ്യത്തെ 4 സംഖ്യകളുടെ ആകെ. ഇനി അവസാനത്തിൽ തന്നിട്ടുണ്ട് അല്ലെ? അവസാന 4 സംഖ്യകളുടെ ശരാശരി 50 ആണ്. അതും 4 ഗുണിക്കണം 50 സമം 200 എന്ന് പറഞ്ഞാല് ആദ്യ 4 സംഖ്യകളുടെ ശരാശരിയും അവസാന 4 സംഖ്യകളുടെ ശരാശരി കൂട്ടി എത്രയാണ്? 360. ആകെ എത്രയാണ്? 450. അപ്പം ബാക്കിയുള്ള 2 സംഖ്യകൾ എത്രയാണ്? 450 മൈനസ് 360, അതായത് 90 ആണ്. ഈ 2 സംഖ്യകൾ എന്താണ്? ഇത് 2 സംഖ്യകൾ തുല്യമാണ്. ഇത് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് കണ്ടുപിടിക്കാൻ 90/2 45 ആണ് അതിന്റെ ഉത്തരം.